എല്ലാവർക്കും എൻ്റെ യൂസഫ് ടോക്സ് എന്ന വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ഹണി റോസ് എന്ന പേരായിട്ടുള്ള സിനിമാ നടി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബോച്ചയെ ട്രാപ്പിൽപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ മേലേക്ക് കമൻറ്റോളികൾ കുതിര കയറാൻ വരേണ്ടതില്ല. ഞാൻ ഇന്ന് പറയുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഹണി റോസും ഈ ബോച്ചയും തമ്മിലുള്ള ബന്ധം. വർഷങ്ങളായിട്ട് അവർ തമ്മിൽ ബന്ധങ്ങളുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയിലൊക്കെ ഉദ്ഘാടന ചടങ്ങിലൊക്കെ പ്രധാനമായും ക്ഷണിതാവായി എത്തുന്നത് ഈ ഹണി റോസാണ്. അത്തരത്തിലുള്ള വളരെ കാലഘട്ടമായിട്ടുള്ള ബന്ധങ്ങൾ ഹണി റോസ് എന്ന് മാത്രമല്ല അമല പോൾ തുടങ്ങിയിട്ടുള്ള ഈ സിനിമാ മേഖലയിലുള്ള ഒട്ടനേകം പ്രമുഖരുമായിട്ട് ഈ പറയുന്ന ബോച്ചയ്ക്കുണ്ട്. എന്തുകൊണ്ടാൽ അദ്ദേഹം ഒട്ടനേകം സിനിമയുടെ നിർമ്മാതാവ് കൂടെയാണ്. അതുകൊണ്ട് മാത്രമല്ല പല രീതിയിലുള്ള പണക്കാരനാണ്, കോടീശ്വരനാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടെയാണ്. ഇപ്പം നമുക്കൊക്കെ അറിയാം, അബ്ദുറഹീം മോചനത്തിന് വേണ്ടി ശക്തിമത്തായിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിലൂടെ സ്വന്തം കയ്യിൽ നിന്ന് ധാരാളം പണമെടുത്ത് പിന്നീട് മർദ്ദിതനായിട്ട് കഴിയുന്ന, സൗദിയിൽ കഴിയുന്ന, ആ ജയിലിൽ കഴിയുന്ന ആ വ്യക്തിയെ പോലും രക്ഷിക്കാൻ വേണ്ടി ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല, വകുപ്പ് നോക്കിയല്ല, വർണ്ണം നോക്കിയല്ല, അദ്ദേഹം ആ മനുഷ്യത്വം നോക്കിയിട്ട് അദ്ദേഹം രക്ഷയ്ക്ക് വേണ്ടി അഥവാ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പോലും അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തകൻ, ഒരു ചാരിറ്റി പ്രവർത്തകൻ, അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സിനിമാ നടന്മാരായാലും സിനിമാ നടിമാരായാലും ഒന്നും ഒരു പ്രത്യേക ഒരു എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഏകദേശം ഒരു 5 മാസത്തിന് മുമ്പ് ആലങ്കോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഷോറൂം ഉദ്ഘാടനത്തിൽ ഈ ഹണി റോസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടന ചടങ്ങിൽ എന്താണ് യഥാർത്ഥത്തിൽ ഹണി റോസും ഈ ബോച്ചയും തമ്മിലുള്ള ഇടപെടലുകൾ വളരെ സൗഹാർദ്ദമാണ്. അതോടൊപ്പം തന്നെ ഈ ഹണി റോസ് ആണ് യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിൽ നമുക്ക് കാണുന്നതിനനുസരിച്ച് ഈ ഹണി റോസാണ് യഥാർത്ഥത്തിൽ ബോച്ചയുടെ കൈകളിൽ സ്പർശിക്കുന്നതും പിടിക്കുന്നതും. പിന്നെ അതിനെ തുടർന്ന് ഈ ബോച്ച ഹണി റോസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക, നമ്മൾ പറയുന്ന മരം ചുറ്റി അഥവാ സിനിമാ നടന്മാരൊക്കെ കാണിക്കുന്നത് പോലെയുള്ള പണ്ടൊക്കെ നമ്മൾ പ്രേം നസീറിനെ കുറിച്ചും സത്യനെ കുറിച്ചും ഒക്കെ പറയുന്നത് പോലെ മരം ചുറ്റി പ്രേമമൊക്കെ നടത്തുന്ന ഒരു അവസരം കിട്ടുകയാണ്. മാത്രമല്ല ഈ ഹണി റോസ് വെറുതെ എങ്കിലും ബോച്ചയോടൊപ്പം നടക്കുകയല്ല. ആ ഉദ്ഘാടനത്തിന് വലിയ പണം കൊടുക്കുന്നത് ബോച്ചയാണ്. അപ്പോൾ ആ ബോച്ചയോടൊപ്പം നിന്നും ഇരുന്നും നൃത്തം ചെയ്തും ആക്ട് ചെയ്തും അതോടൊപ്പം തന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ പോസ് ചെയ്തുമൊക്കെ മണിക്കൂറുകളോളം ഈ ഹണി റോസ് ചെലവഴിക്കുന്നുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രശ്നം അതാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വിചാരണ കോടതി ഇദ്ദേഹത്തെ ശിക്ഷിക്കുകയും എന്നിട്ട് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നതിന് അവസരമുണ്ടാക്കുകയും ഒക്കെ ഈ ഹണി റോസിൻ്റെ സ്വന്തം മസ്തിഷ്കത്തിൽ നിന്നാണ് ഇത്തരത്തിലൊക്കെ ഒരു കുന്തി ദേവിയുടെ പരാമർശം മാത്രം അത് അന്ന് നടത്തിയതാണ്. അതിന് മുമ്പ് തന്നെയും മോഹൻലാൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്താറുണ്ട് സിനിമയിൽ. അപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന സിനിമാ മേഖലയിലുള്ളവർക്ക് എന്തും ആവാം. അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കൊക്കെ നമുക്കൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ലോഹിതദാസൻ നാടാർ വരെ ഇത്തരത്തിലുള്ള ഈ പൂവൻകോഴി മോഡലായിട്ട് പല പ്രേമങ്ങളും നടത്താറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹണി റോസുമായിട്ട് ബോച്ച ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടി മോശമാണോ അല്ലേ എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ബോച്ച ഇത്തരത്തിലുള്ള ഈ സെലിബ്രിറ്റികളെ, സിനിമാ നടികളെ കൊണ്ട് നടക്കുന്നത് അദ്ദേഹം വലിയ ലക്ഷങ്ങളായിരിക്കും അതിന് കൊടുത്തിട്ടുണ്ടാകുക. നമുക്കറിയാം, ഒരു സിനിമാ നടി നമ്മുടെ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഒരു സിനിമാ നടി തൻ്റെ ഒരു ദിവസം മെനക്കെട്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഒരു ലാഭത്തിന് വേണ്ടി മാത്രമാണ് അവർ നടക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അന്നൊന്നും തന്നെ ഇല്ലാത്ത പ്രതിഷേധം, അന്നൊന്നും തന്നെ ഇല്ലാത്ത ഈ പ്രതികാര നടപടി നോക്കണം, അന്നൊന്നും തന്നെ ഇല്ലാത്ത ഈ എന്താ പറയുക ചാരിത്രം ഇപ്പോൾ ഇതാ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ സടകുടഞ്ഞ് എഴുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, ഹണി റോസ് വിചാരണ കോടതിയെ സമീപിച്ചു. ആ വിചാരണ കോടതി മാത്രമല്ല, നമ്മളൊക്കെ സാധാരണ രീതിയിൽ പറയാറുണ്ട്, ഒരു കുറ്റവാളി എന്ന് പറയുന്നത് എന്നും എന്ത് വലിയ കുറ്റവാളിയാണെങ്കിലും അയാളെ കുറ്റവാളി കോടതി വിധിക്കുന്നതിന് മുമ്പ് നമ്മളൊരു പോലീസ് FIR ഇട്ട് കോടതിയിൽ കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ല. അവിടെ വിചാരണകളൊക്കെ ചെയ്ത് അയാളെ കോടതിക്ക് ബോധ്യം വന്നതിന് ശേഷം വിധിക്കുമ്പോൾ മാത്രമാണ് ഒരു പൗരൻ കുറ്റവാളിയായി തീരുന്നത്. ശിക്ഷ വിധിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ഒരു ആപ്തവാക്യമുള്ള നാടാണ് നമ്മുടേത്. ഈ സാഹചര്യത്തിലാണ് ഈ പറയുന്ന ബോച്ചയെ കുഴഞ്ഞു വീഴാനും അദ്ദേഹം ഈ വിധി കേട്ട് കുഴഞ്ഞു വീണു. നോക്കണം, അറസ്റ്റ്
രേഖപ്പെടുത്തി. മാത്രമല്ല റിമാൻഡ് കാലം 14 ദിവസമാണ്. ആ 14 ദിവസം റിമാൻഡിലാവേണ്ട അവസ്ഥ പല രീതിയിലുള്ള മാനസികമായ സമ്മർദ്ദത്തിന് ഈ ബോച്ച വിധേയമായി. എന്തുകൊണ്ടെന്നാൽ കാരണം സമൂഹം അദ്ദേഹത്തെ വളരെ നിന്ദ്യമായിട്ട് നോക്കാൻ തുടങ്ങി. മാത്രമല്ല 10-14 ദിവസം കോടതിയുടെ മുറിയിൽ എന്താ പറയുക ഉറുമ്പ് കടിയേറ്റ് കൊതുക് കടിയേറ്റ് ലൈറ്റില്ലാതെ ഫാനില്ലാതെ വളരെ പരുഷമായി നമുക്കറിയാം. നമ്മുടെ നാട്ടിലുള്ള പോലീസുകാർ ഒരു ക്രിമിനലിനോട് അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടില്ല, ആ ക്രിമിനൽ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? എത്ര വലിയവനായാലും ശരി, കടവനാട് മുഹമ്മദൊക്കെ പറയുന്നത് തൻ്റെ ശിഷ്യനായിട്ട് പോലും ആ ശിഷ്യൻ തന്നെ കടവനാട് മുഹമ്മദിനോട് പറഞ്ഞത് നീ ഒരു വലിയ കേസിൽ പ്രതിയായിട്ടുണ്ട് താൻ, അതുകൊണ്ട് കിടക്കടോ എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ഗുരുവിനോട് പോലും, അഥവാ ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ക്രിമിനലൊന്നും കുറ്റവാളിയായി കോടതി വിധിക്കപ്പെട്ടതിനു ശേഷം വരുന്നതിന് മുമ്പ് വളരെ മോശമായ രീതിയിലാണ് പ്രതികരിക്കുന്നതും അവരെ കാണുന്നതുമൊക്കെ. അതുകൊണ്ടാണ് സമൂഹം അത്തരത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാട് സമൂഹവും തോളിലേറ്റ് നടക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം കുറ്റവാളിയാകുന്നതിന് മുമ്പ് തന്നെ ആ കുറ്റവാളിയേക്കാൾ വളരെ മോശമായ രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലീസുകാരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇനി എന്തൊക്കെയായിരിക്കും ഈ പോലീസുകാർ ചെയ്യുക. പോലീസിന് കോടീശ്വരനാണ് എന്നതുകൊണ്ടൊന്നുമല്ല പ്രശ്നം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറേ പണം കിട്ടണം. സത്യസന്ധത എന്ന് പറയുന്നത് ഈ പ്രജകളുടെ പണം പറ്റി, നികുതി പണം പറ്റി പ്രജകളെ ക്രമസമാധാന പാലനത്തിൻ്റെ പേരിൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഈ പോലീസ് ഒരിക്കലും നമുക്ക് ഒരു ഉറുമ്പിൻ്റെ വില പോലും തരാറില്ല, ഒരു മാന്യതയും തരാറില്ല. നമ്മളെ അപമാനിക്കും. അതാണ് കടവനാട് മുഹമ്മദ് സാറ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞതും. അതോടൊപ്പം തന്നെ അക്ബർ കക്കാട്ടിലിൻ്റെ ഒരു കഥയിൽ പറയുന്ന ഇജ്ജെങ്കിലും പഠിക്കാഞ്ഞത് നന്നായി എന്ന് പറയുന്ന ആ സാഹചര്യമൊക്കെ താൻ തന്നെ പഠിപ്പിച്ച് ഉയർന്ന ജോലിയിലെത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുക്കൽ തൻ്റെ ഒരു എന്താ പറയുക ഒരു കക്ഷിക്ക് വേണ്ടി വക്കാലത്ത് നടത്തി, അഥവാ നമ്മളൊക്കെ സാധാരണ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അപ്പോൾ എൻ്റെ സെഷനാണോ അവിടെ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല എന്ന് ഈ പറയുന്ന ആ ഗുരു പറയാണ്. പക്ഷേ അവിടെയും എന്താണ്, ഇരിക്കാൻ പോലും സ്ഥലം കൊടുക്കാതെ, ചാൻസ് കൊടുക്കാതെ വളരെ മോശമായിട്ട് ആട്ടി ഇറക്കുന്ന രംഗമാണ് ഇജ്ജെങ്കിലും പഠിക്കാഞ്ഞത് നന്നായി എന്ന അക്ബർ കക്കട്ടിലിൻ്റെ എന്താ പറയുക വളരെ പ്രശസ്തമായ ഒരു കഥയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആരും ബോച്ച എന്നല്ല, ആരും പേടിക്കേണ്ടതാണ് ജയില് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്കൊക്കെ അറിയാം, സുപരിചിതമാണ്. ജയിലിനെ സംബന്ധിച്ചിടത്തോളം ജയറാം പടിക്കലിൻ്റെ പേര് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, ലക്ഷ്മണയുടെ പേര് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ആ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ പേടിച്ചിരുന്നു. ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, വിചാരണയില്ല, ഒരിക്കലും എന്താക്കുക പൊടി പോലും കാണത്തില്ല. നമ്മൾ അനിക് സ്പ്രേയുടെ പരസ്യത്തിൽ പറയാറുള്ളത് പോലെ ഒരു പൊടി പോലും കാണാൻ, അഥവാ അങ്ങനെ കണ്ടില്ല എങ്കിൽ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല കുറ്റവാളികൾ. അതായിരുന്നു യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥക്കാലം. അപ്പോൾ ഞാൻ പറയുന്നത് അതല്ല. അപ്പോൾ പോലീസ് അടിയന്തരാവസ്ഥക്കാലം അല്ലെങ്കിലും അടിയന്തരാവസ്ഥക്കാലം ആണെങ്കിലും എല്ലാ കാലത്തും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറോടുകൂടെ കാണേണ്ടവരാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് അണി റോസ് ഇത്രയും കാലം 5 മാസത്തിന് മുമ്പ് ആലങ്കോടുണ്ടായിരുന്ന ഷോറൂം ഉദ്ഘാടനത്തിൽ ഈ പറയുന്ന ബൊച്ചയുമായി നല്ല ബന്ധം സ്ഥാപിച്ച് അവിടെ ആളുകൾക്കൊക്കെ ഈ ജ്വല്ലറി നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണകരമാണെന്ന് പറഞ്ഞ് പരിപോഷിപ്പിച്ച് പ്രസംഗിച്ച ആ അണി റോസ് തന്നെയാണ് തൻ്റെ നോക്കണം വളരെ നിന്ദ്യമായ രീതിയിൽ മനസ്സും കയ്യും പ്രവർത്തിച്ച് ഈ പറയുന്ന ബോച്ചയെ കൊടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത്. അതാണ് ഇത് വ്യക്തമായ തെളിവോടുകൂടെ ഞാനിത് പറയുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ ക്രൈം സ്റ്റോറി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ഇതിനെ സംബന്ധിച്ച വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്ളോഗ് ചെയ്തു. ആ വ്ളോഗിന് വലിയ റീച്ചും ലഭിച്ചിട്ടുണ്ട്, മണിക്കൂറുകൾ കൊണ്ട് തന്നെ. അപ്പോൾ അതിനകത്തുള്ള ചെറിയ ഒരു പ്രൂഫ് ഞാൻ അദ്ദേഹത്തോട് കടപ്പാട് പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കുക ഒരു ചെറിയ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ചെറിയ ഒരു പ്രൂഫ്, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും വരുന്നത് കൊണ്ട് ഞാനത് കൂടുതൽ ഇടുന്നില്ല. അപ്പോൾ ചെറിയ ഒരു പ്രൂഫ്, അതാണ് തെളിവുകളൊക്കെ പുറത്ത്. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഇത്തരത്തിൽ ബോച്ചയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഈ അണി റോസും ഗൂഢാലോചകരും ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ ഇനിയിപ്പോൾ നിയമത്തിൻ്റെ പിടിയിലാകും. കാരണം എല്ലാവിധ നിയമത്തിൻ്റെ അഥവാ പോരായ്മയും, അഥവാ നിയമത്തിൻ്റെ നിയമസുരക്ഷിതത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ പൗരനും ലഭ്യമാവേണ്ടതുണ്ട്. കേവലം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അണി റോസിന് ലഭ്യമാകുമ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് ബോച്ചയ്ക്കും അത് ലഭ്യമാവേണ്ടതുണ്ട്. കാരണം അദ്ദേഹവും ഇന്ത്യൻ പൗരനാണ്.
അപ്പോൾ ഇന്ത്യൻ ഭരണഘടനക്കകത്ത് നിന്നുള്ള എല്ലാ സംരക്ഷണത്തിനും എല്ലാവിധ പ്രൊട്ടക്ഷനും അദ്ദേഹത്തിനും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പണം വാങ്ങിയും ആവാസ പ്രവൃത്തിയിൽ ഏർപ്പെട്ടും ഒക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള സിനിമാ നടന്മാരായാലും നടികളായാലും സ്വാഭാവികമായിട്ടും അവരും കരുതിയിരിക്കേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഈ ഗൂഢാലോചനയ്ക്ക് അവരും കുറ്റവാളികൾ തന്നെയാകും, അവരും കുടുങ്ങും. കാരണം മറ്റൊരാളെ നമ്മൾ ഓടുന്നവരും ഓടിപ്പിക്കുന്നവരും സമമാകുമെന്ന് പറഞ്ഞതുപോലെ ബോച്ചയെ ഓടിപ്പിക്കുന്നതിന്, ബോച്ചയെ അപമാനിക്കുന്നതിന് ഇവരൊക്കെ ഗൂഢാലോചന നടത്തുമ്പോൾ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ വരെ കേസ് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ ഈശ്വർ എന്താണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്തോ? രാഹുൽ ഈശ്വർ പുരുഷപക്ഷപാതം നടത്തിയോ ഇല്ല, സ്ത്രീപക്ഷപാതം നടത്തിയോ ഒന്നുമില്ല. മറിച്ച് ഭരണഘടനാനുസൃതമായിട്ട് ഓരോ പൗരനും കിട്ടേണ്ട മനുഷ്യാവകാശത്തെക്കുറിച്ച് മാത്രമാണ് രാഹുൽ ഈശ്വർ സംസാരിച്ചത്. രാഹുൽ ഈശ്വറിൻ്റെ ഓരോ സംസാരവും പണ്ട് മുതലേ വളരെ ബഹുമാനസ്പുരസരം ഞാൻ കേട്ടിരിക്കുന്ന ഒരാളാണ്. കാരണം വളരെ നീതിബോധമുള്ള അദ്ദേഹം ഒരു സംഘപാളയത്തിലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ അക്കാലത്ത് പോലും സംഘപാളയത്തിൽ ആയിരുന്നിട്ട് പോലും അദ്ദേഹം നീതിപൂർവമുള്ള ഒരു കാര്യങ്ങൾ പറയുന്ന ഒരു എന്താ പറയുക, നാം ഖലീഫ ഉമറിൻ്റെ കഥ പറയുന്നത് പോലെയാണ്. പ്രവാചകനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നോക്കണം, ദാറുൻ നദുവത്തിൽ നിന്ന് തീരുമാനമെടുത്ത് അബൂ ജാഹിലിനും ഉത്തുബത്തിനും പരാജയപ്പെട്ട ദൗത്യം ആ ഉമറിനെ ഏൽപ്പിക്കുകയാണ്. കാരണം ഉമർ അത്രമാത്രം ക്രൂരമായ കൃത്യനിർവഹണത്തിന് പ്രാപ്തനാണ്. അതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ തലയെടുക്കുക എന്നത് ഉമറിന് സാധ്യമാകുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഈ ഉമർ ഊരിപ്പിടിച്ച ആയുധവുമായിട്ട് പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുന്ന കേവലം 1-2 മാത്രം ദുർബലരായ സഹാബിമാർ അനുയായികളുള്ള ദാറുൽ അർക്കം എന്ന ഓഫീസിലേക്ക് ഓടിയെത്തുന്നു. നോക്കണം, ആ ഓടിയെത്തുമ്പോൾ അദ്ദേഹം നീതിമാനാണ്, ബുദ്ധിമാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ വഴിയിൽ നിന്നുള്ള നുഐമ് എന്ന ഒരു സഹാബി പറഞ്ഞത്. എന്താ പറഞ്ഞത്? അല്ലടോ, നീ ഈ പറയുന്ന മുഹമ്മദിനെ ഇല്ലാതാക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ ആദ്യം ഈ മുഹമ്മദിൻ്റെ മാർഗത്തിലാണല്ലോ നിന്റെ സഹോദരിയും അളിയനും. അപ്പോൾ അവരെ ഇല്ലാതാക്കിയിട്ട് പോലെ നാട്ടുകാരനായ മുഹമ്മദിനെ ഇല്ലാതാക്കൽ എന്ന് പറഞ്ഞതുപോലെ ഈ ബോച്ച ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അന്യായമാണ് എന്നല്ല, ന്യായീകരിക്കപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞത്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഞാൻ ആദരിക്കുന്നത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നീതിബോധം അഥവാ സംഘപാളയത്തിലായിരുന്ന കാലത്ത് എന്ന് നമുക്ക് തോന്നിയിരുന്ന കാലത്ത് പോലും അദ്ദേഹത്തിന് നീതിബോധം, സത്യസന്ധത, ഒരു അടിസ്ഥാനപരമായ ദൈവിക ഭക്തി ഒക്കെ രൂഢമൂലമായ ഒരു വ്യക്തിത്വമാണ് ഈ രാഹുൽ ഈശ്വറിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ കേസുപരമായിട്ട് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. രാഹുൽ ഈശ്വറിനെ അങ്ങനെ ഭയപ്പെടുത്തുകയും പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാനീ പറയുന്നത് രാഹുൽ ഈശ്വറിൻ്റെ ചില വാക്കുകളും അതോടൊപ്പം തന്നെ ഈ ക്രൈം സ്റ്റോറി ആ യൂട്യൂബർ പറഞ്ഞ ചില വാക്കുകളും ഒക്കെയാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എൻ്റെ സ്വന്തം നിലക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഈ കോടതി പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000 അഥവാ വിചാരണ കോടതി ഈ തെളിവുകൾ കാണാനും കേൾക്കാൻ പോലും തയ്യാറാവാതെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന നിലപാട് റിമാൻഡ് ചെയ്തു എന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വത്തിന്, മനുഷ്യാവകാശത്തിന് നിരക്കാത്തതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.